ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നെത്തോലി അഥവാ കൊഴുവ കൊണ്ടുള്ളൊരു പീരയാണ്, ഹെൽത്തി പീരയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൊഴുവ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പന്നമായ ഈ ചെറുമത്സ്യം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും അധികം ഗുണങ്ങളുള്ള ഈ കൊഴുവ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെയാണ് എല്ലാവരും പൊതുവെ ഉപയോഗിക്കാറ്. നമുക്കതിൽ നിന്ന് മാറിയിട്ടൊന്ന് പീര ഉണ്ടാക്കി നോക്കാം, ഹെൽത്തി പീര. നമുക്ക് ആദ്യമായിട്ട് മൺചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. മൺചട്ടിയിൽ മീൻ മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അത് മീനിൻ്റെ അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാനായിട്ട്. ഇനി അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്കിരിക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഈ പുളി ഒന്ന് ഉരുകി തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ നെത്തോലി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് അടച്ച് വെച്ച് മീൻ വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായി വരും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. നമുക്ക് മീനിൻ്റെ വേവ് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരയ്ക്കണ്ട. ഇനി നമുക്കിത് പീരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പീരയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങ ചേർത്ത് അധികം നേരം നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. വറുത്തൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.